ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ്, ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൗണ്ട് കാണിക്കുന്ന വൈസറിൻ്റെ മാത്രമല്ല, ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്. അത് കോൺസെപ്റ്റും വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വരുമ്പോൾ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ് കിടക്കുന്നത്, കമ്പനി ലൈനറാണ്. നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. ബാക്ക് ടയറിൻ്റെ കംപ്ലൈൻ്റ് ആണ് ആ വെട്ടൽ കാണിക്കുന്നതിൻ്റെ കാരണം. ബാക്ക് ടയറിൻ്റെ ആണ് കേട്ടോ. നിലവിൽ പുത്തൻ ടയർ മേടിച്ചിട്ടാണ്, പക്ഷേ ഈ മോഡൽ ടയർ ഇട്ടേക്കണ 99% വണ്ടികളും കംപ്ലൈൻ്റ് ആണ്. അതായത് ഈ പാളിച്ചായിരിക്കും കാണിക്കാം. ഇതിനിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കാണ്. പരമാവധി ഉപയോഗിച്ച് തീർക്കാം. അതിന് ശേഷം നല്ല MRFൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ TVSൻ്റെ ആണെങ്കിൽ പോലും, ഇത് TVSൻ്റെ ടയറാണ്, TVSൻ്റെ ആണെങ്കിൽ പോലും കട്ട നൈലോൺ ടൈപ്പ് നോക്കി എടുത്താൽ മതി. കാരണം ഈ ഡിസൈൻ പാറ്റേൺ എടുത്താണ് എല്ലാ വണ്ടിക്കും പണി കിട്ടിയതാണ്. പുത്തൻ ടയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഐറ്റം പരമാവധി എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ ടയർ ഷോപ്പുകളിലും സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ഐറ്റം ആയിരിക്കും. ഈ എടുത്തേക്കണ എല്ലാ വണ്ടികൾക്കും പണിയാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് വെട്ടൽ കാണിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. കുറേ കൂടി ഓടുമ്പോഴത്തേക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 4 വീലറിൻ്റെ ടയർ തേയ്മാനം വന്ന പോലെ തേയുള്ളൂ. അതായത് ഫ്ലാറ്റായിട്ടാണ് തേയ്മാനം വരുള്ളൂ. അത് റോഡിൻ്റെ ഗതിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതായത് റോഡ് ഒരല്പം ചെരിവുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വണ്ടി ചെരിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വരും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാക്സിമം അത് ഉപയോഗിക്കുക. അതിന് എടുത്ത് കളഞ്ഞിട്ട് നല്ല ടയർ നോക്കിയിട്ട് ഇടാം. ടയർ ഇടണേക്കാളും ഇപ്പോൾ ഒരു ടെക്നീഷ്യന്മാരുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, 2 വീലർ ആയതുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മോഡൽ ഒരുപാട് ഗ്രിപ്പും കട്ടയുള്ളത് നോക്കി എടുക്കാതിരിക്കുക. അതിൻ്റെ ഡിസൈൻ പാറ്റേണൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാൻ നമ്മളനുസരിച്ച് പറഞ്ഞു തരാം നമ്മൾ. കാരണം ഇത് വേറെ വെട്ടലിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മെക്കാനിക് പരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുക, വേറെ മാറ്റിയിടാം. അതാണ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം. നമുക്കത് എയർ അടിച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. പിന്നെ വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് കൂട്ടത്തികൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ തുരുമ്പിട്ടിരിക്കേണ്ടി നമുക്ക് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഭാഗം കൈയോടെ ക്ലീൻ ചെയ്തിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ അത് മേജർ ഒരു തുരുമ്പോ കാര്യങ്ങളോ ചേസ് വെൽഡ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്കൊന്നും എത്തില്ല. അയക്കുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പുറമേ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഇതേപോലെ അഴിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധയപ്പെടുള്ളൂ കേട്ടോ. ചെയ്യുന്നത് നല്ലതാണ്, ജസ്റ്റ് അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞുള്ളൂ. വാട്ടർ സർവീസ് നോർമൽ വാഷിങ്ങിനേക്കാളും നോർമൽ വാഷിങ് 150 രൂപയാണെങ്കിൽ അഴിച്ച് കഴുകുമ്പോൾ നമ്മൾ 300 രൂപ കൊണ്ടി വരും. അതാണ് വ്യത്യാസം വരാം കേട്ടോ. പക്ഷേ പക്കയായിട്ട് നീറ്റായിട്ട് ഇരിക്കും വണ്ടി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ഓയിൽ ലീക്കേജ് ഉണ്ട് കേട്ടോ. ആ ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വന്നതിനാണ്. പരമാവധി ഉപയോഗിക്കുക. അതിനുശേഷം കൂടുതൽ ലീക്കേജ് വരുന്ന സമയത്ത് നമുക്ക് അഴിച്ച് ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുക. കാരണം അത് ഗ്യാസ്കറ്റ് മാത്രമായിട്ട് മാറ്റാൻ വേണ്ടി അഴിക്കുന്ന മണ്ടത്തരാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉപയോഗിക്കുക എന്തെങ്കിലും കേട്ടോ. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞല്ലോ, ഈ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും, അത് ഗട്ടറിലൊക്കെ ചാട് മടി കാണിക്കുന്നുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി വരുമ്പോഴാണ് ഫ്രണ്ടിൽ അത്രയും പ്രശ്നം കാണിക്കാം. കോൺസെപ്റ്റ് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റി പുതിയതിടണമായിരിക്കും നല്ലത്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും ആ അലൈൻമെൻറ്റ് കംപ്ലയിൻറ്റ് വരും. അതായത് വീല് ബെയറിങ് കൂടുതൽ കംപ്ലയിൻറ്റിലേക്ക് പോകും. അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല, അയക്കുമ്പോൾ നമ്മൾ കയറ്റി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ കൂട്ടത്തികൾ മാറ്റി പോകണം നല്ലത്. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം ഹാൻഡിൽ ഇപ്പോൾ നല്ലൊരു ടൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ട് ടയർ ആയാലും അത്യാവശ്യം നല്ല ടയറാണ്, TVSൻ്റെ തന്നെയാണ്. പക്ഷേ ഫ്രണ്ട് ടയർ ഈ ലൈൻ കുഴപ്പമില്ല, ഈ മോഡൽ പ്രശ്നമില്ല. മറ്റേത് നമ്മൾ ചൂസ് ചെയ്ത പാറ്റേണാണ് പ്രോബ്ലം. അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുള്ളതാണ്. TVS തന്നെ 2 മോഡൽ ഫെയിൽഡാണ്. ഒന്ന് ഈ പറഞ്ഞത്, പിന്നെ ജംബോ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ മോഡൽ വണ്ടികളുണ്ട്. സ്കൂട്ടർ മോഡലിൽ ജംബോ എന്ന് പറഞ്ഞിട്ടൊരു ടയർ മണ്ണുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഒട്ടുമിക്ക ആൾക്കാർ കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. മെയിനായിട്ട് ഇങ്ങനെ വെട്ടൽ പാളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കയറുന്നുണ്ട്. ടയർ മോശമെന്നല്ല, നിലവിൽ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ അതുമായി ബന്ധപ്പെട്ട് നോക്കുന്നില്ല. ബാറ്ററി എക്സ്റ്റേൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയും കൂടി ചെക്ക് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
വോൾട്ട് നോക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. കോൺസെപ്റ്റ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതടക്കം വാട്ടർ സർവീസ് ഓപ്പണായിട്ട് ഉള്ളിലടക്കം കഴുകുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഒന്ന് റെഡിയാക്കണേ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്തോളൂ. ഈ സൈഡിൽ കവറൊക്കെ പൊട്ടിയിരിക്കുന്നു കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർട്സായിട്ട് കിട്ടും. അതൊക്കെ ഓർഡറിലേക്ക് ചെയ്തിട്ടാണെങ്കിൽ വരുത്തിയെടുക്കാവുന്നുള്ളൂ. ഈ സൈഡ് പൊട്ടിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ഓപ്പണായിട്ടുള്ള രീതിയിൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.